ശ്രീ എം ജയചന്ദ്രൻ വളരെയധികം പാടുപെട്ടു വീണ വിജയനിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ. ഈ CMRL കോടതിയിൽ പോയതിനും അതിലും ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വീണ വിജയനെ രക്ഷിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഉണ്ടല്ലോ, സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ പോലീസിനെ ഇത് അറിയിച്ചിട്ടും FIR അവിടെ ഇട്ടില്ല. ഇതൊരു കുറ്റകൃത്യമായിട്ട് പോലീസും കണക്കാക്കിയില്ല. എന്നിട്ട് FIR ഇല്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് ED അന്വേഷണം തടസ്സപ്പെടുത്തുവാൻ ഹൈക്കോടതിയെ സമീപിക്കുന്നു. സിംഗിൾ ജഡ്ജി ആദ്യം തള്ളിക്കളഞ്ഞതാണ്, ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു, ഡിവിഷൻ ബെഞ്ചും തള്ളിക്കളഞ്ഞിരിക്കുന്നു. സുപ്രീം കോടതിയിലേക്ക് പോകുവാൻ ചിലപ്പോൾ പോയേക്കാം, പക്ഷേ എങ്കിലും EDയുടെ നീക്കങ്ങൾ വളരെ പെട്ടെന്നാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വീണ വിജയനിലേക്ക് അന്വേഷണം എത്തുവാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ ഉണ്ടല്ലോ. ഇതേ മഞ്ജുഷ ഇപ്പൊ പറയുമ്പോഴും പിന്നെ ഈ കേസ് വീണ വിജയൻ കുറ്റക്കാരിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള ഒന്നും ആയിരുന്നില്ലല്ലോ. ഇപ്പൊ ഇന്നിപ്പോ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടതും സിംഗിൾ ബെഞ്ചിന്റെയും അത് വീണ വിജയൻ കുറ്റക്കാരിയാണോ അല്ലയോ അല്ല, അങ്ങനെയാണെങ്കിൽ ആരും ഈ കേസിൽ പ്രതിയല്ല, പ്രതി ആരും ആയിട്ടില്ല. അതെ, ആരുമായിട്ടില്ല. എന്തായിരുന്നു കേസിന്റെ ഉത്ഭവം? എന്തായിരുന്നു? ഈ പിന്നെ ഇ ഡി ഉദ്യോഗസ്ഥർ CMRന് സമൻസ് അയച്ചു. ആ സമൻസ് അയക്കാൻ ഇവർക്ക് അധികാരമില്ല എന്നുള്ളതാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. ആ ചോദ്യം ചെയ്യപ്പെട്ടതാണ് സിംഗിൾ ബെഞ്ച് നിരാകരിച്ചത്. ഇന്ന് ഡിവിഷൻ ബെഞ്ചും നിരാകരിച്ചത്. അധികാരമുണ്ട്, അവർക്കത് ചെയ്യാം എന്ന് ഉത്തരവിടുകയാണ് കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമായിട്ടും ചെയ്തത്. അതുപോലെ തന്നെ EPML ആക്ടിലുള്ള രണ്ട് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ, പിന്നെ ഇത് ഈ ക്രിമിനൽ കേസ്, സിവിൽ കേസ്, അല്ലെങ്കിൽ അതിന്റെ ഈ കേസിന്റെ രണ്ട് മുഖങ്ങൾ, സിവിൽ ഫേസ്, ക്രിമിനൽ ഫേസ്, ആ രണ്ട് ഭാഗങ്ങൾ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ താങ്കൾ മുമ്പേ ചൂണ്ടിക്കാണിച്ചതുപോലെ ചോദ്യം ചെയ്യാം, സ്വത്ത് കണ്ടുകെട്ടാം, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴാരും പ്രതികളല്ല, അവര് പിന്നെ ഇൻവെസ്റ്റിഗേഷനിലാണ്, ഇൻസ്പെക്ഷനിലാണ്. ആ ഘട്ടമാണെന്ന് ഹൈക്കോടതി ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. എല്ലാ കാര്യങ്ങളെ കുറിച്ചും സവിസ്തരം ഹൈക്കോടതി പരിശോധിക്കുന്നുണ്ട് ഈ കേസിൽ, എല്ലാ ഭാഗങ്ങളെ പറ്റി. അത് നിഷ്പക്ഷമായി തന്നെ പരിശോധിച്ചിട്ടാണ്, വിലയിരുത്തിയിട്ടാണ് വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണം നടത്താൻ കേട്ടോ, അതിലേക്കാണ് ED പോകുന്നത്. അതെ അതെ, പബ്ലിക് പാർട്ടിസിപ്പേഷൻ അല്ലല്ലോ, ഇത് സ്വകാര്യ സ്ഥാപനമല്ലല്ലോ, പൊതുമേഖലാ പങ്കാളിത്തം കൂടിയുള്ള സ്ഥാപനമാണ്. അവിടെ നിന്നാണ് ഈ പണം വകമാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു സൈഡിലുള്ള അന്വേഷണം മാത്രമല്ല. താങ്കൾ പറഞ്ഞു വീണ വിജയൻ പ്രതിയല്ലല്ലോ എന്ന്. അങ്ങപ്പോൾ ഞാൻ പറഞ്ഞു ആരും ഈ കേസിൽ പ്രതിയല്ല. പക്ഷേ എല്ലാവരും ഈ ആരോപണ വിധേയരാണ്, ആ സംശയ നിഴലിൽ ഉള്ളവരാണ്, അവരിലേക്കാണ് അന്വേഷണം നടക്കുന്നത്. എന്താണ് ഹരി? ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതിനകത്തൊരു അഴിമതിയുടെ ഒരു പ്രശ്നം കൂടി കടന്നു വരും ഇതിനകത്ത്. അതായത് KSIDC എന്ന് പറയുന്ന ഒരു നമുക്കറിയാം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ 13.5% ഓഹരികൾ ഇതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ CMRൽ തന്നെ ഒരു എന്താണ് ജനങ്ങളിൽ നിന്ന് പണം സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ്. അപ്പം അങ്ങനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനി എന്ന നിലയിൽ ഇതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്തൊരു ക്രിമിനൽ കേസിൻ്റെ ഒരു സാധ്യത വളരെ കൂടുതലാണ്. ശരി, ശ്രീ ജയേന്ദ്രൻ സാർ, ഇതിനകത്ത് പോലീസ് FIR ഇടാത്തത് കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഈ നിയമ തടസ്സം ഉന്നയിച്ചുകൊണ്ട് ഇവർക്ക് കോടതിയിൽ പോകാൻ കഴിഞ്ഞത് തന്നെ. ഇനി അങ്ങോട്ട് അങ്ങനെ വേണം നിർബന്ധമില്ല, അങ്ങനെ വരുമെന്ന് നിർബന്ധമില്ല. കാരണം കൂടുതൽ തെളിവുകളിലേക്ക് ED പോയേക്കാം. അതൊക്കെ വരട്ടെ, അതൊക്കെ നമുക്ക് നോക്കാം. പക്ഷേ ഇത് പിന്നെ വലിയ തോതിൽ ആഘോഷിക്കപ്പെടുന്നത് വീണ വിജയനെതിരായിട്ടുള്ള പ്രശ്നം, അതുപോലെ ഇന്ന് ഷോൺ ജോർജ് എവിടെയോ പറയുന്നത് കേട്ട് പിണറായി വിജയനിലേക്കാണ് അന്വേഷണം പോകേണ്ടതെന്നുള്ള പ്രശ്നം, ഇത്തരം കാര്യങ്ങളൊക്കെ വരികയാണല്ലോ. അപ്പൊ അത്തരത്തിൽ വലിയ ആഘോഷങ്ങൾക്കൊന്നും പ്രസക്തി ഇല്ലാത്ത വിധം അന്വേഷണം അതിന്റെ എല്ലാ മേഖലകളിലേക്കും പോകണം എന്ന് ഓരോ ഭാഗങ്ങളും കണ്ടിട്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവുകളെല്ലാം പിന്നെ പാർട്ട് ബൈ പാർട്ടായിട്ട് തന്നെ വ്യക്തമാക്കുന്നുണ്ടല്ലോ മഞ്ജുഷേ. അതുണ്ട്. അത് മാത്രമല്ല, ഇതിന്റെ അകത്ത് ഹൈക്കോടതി ഈ വിധിയിൽ തന്നെ എടുത്തു പറയുന്നുണ്ടല്ലോ, മറ്റ് വിഭാഗങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഈ മീഡിയ ഹൗസസ് വാങ്ങിച്ചിട്ടുള്ള പണം, പൊളിറ്റീഷ്യൻസ്, പൊതുപ്രവർത്തകര്, രാഷ്ട്രീയക്കാര് വാങ്ങിച്ചിട്ടുള്ള പണം, പിന്നെ മറ്റു പൊതുപ്രവർത്തകർ എന്ന് പറയുന്ന അവർ വാങ്ങിച്ചിട്ടുള്ള പണം, ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്ന് തന്നെ കാണുന്നുമുണ്ട്. അപ്പൊ ഇത് പിന്നെ കേവലം വീണ വിജയനെതിരായിട്ട് ഉള്ളൊരു പ്രശ്നമായിട്ട് ചുരുക്കണ്ട. അങ്ങനെ അന്വേഷിക്കുന്നെങ്കിൽ വിപുലമായിട്ട് അന്വേഷിക്കുക തന്നെ ചെയ്യും, അത് വരും. അപ്പോൾ മറ്റ് ഭാഗം നിൽക്കുന്നുണ്ട്. ഞാനീ പറഞ്ഞ ഹൈക്കോടതി തന്നെ വിധിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഈ മീഡിയ ഹൗസിനടക്കമുള്ള മറ്റ് വിഭാഗങ്ങൾ വാങ്ങിച്ചിട്ടുള്ള പണത്തിന്റെ വിശദ വിവരങ്ങൾ എങ്ങനെയാണോ, എത്രത്തോളം വാങ്ങിച്ചു, എങ്ങനെയാണോ ചെലവഴിച്ചത്, അത്തരം കാര്യങ്ങളൊക്കെ അതിലേക്കൊക്കെ അന്വേഷണം വരണമല്ലോ. ഇതെല്ലാം വരട്ടെ. ഇതിലൊന്നും ആർക്കും ഒരു അവ്യക്തതയും ഈ ഇനി തോന്നണ്ടാത്ത വിധം സുവ്യക്തമാണ് ഹൈക്കോടതിയുടെ വിശദമായ വിധി.
അത് എന്തുകൊണ്ടും സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. ആരെയും സംശയത്തിന് നിഴലിൽ ആ വിധി നിർത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ഇ ഡിയെ കല്ലെറിഞ്ഞവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഇത്. കാരണം ഇ ഡി അന്വേഷണം നടക്കുന്നത് അതിൽ തെറ്റില്ല എന്ന് ഹൈക്കോടതി തന്നെ വിധിക്കുമ്പോൾ ഇ ഡിയെ വഴിയിൽ തടയുകയും കല്ലെടുത്തെറിഞ്ഞവർക്കുമുള്ള ഒരു മുഖത്തേറ്റ ഒരു അടി തന്നെയായി മാറിയിട്ടുമുണ്ട് ശ്രീ ജയേന്ദ്രൻ. അല്ല, ഈ ഇ ഡിയെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇ ഡി ഇതിന്റെ പേരിലാണ് കല്ലെറിഞ്ഞതെങ്കിൽ അത് അവർക്കുള്ള മറുപടി തന്നെയാണ്. കൃത്യമായിട്ടും അവർക്കടക്കമുള്ള മറുപടിയാണ്. ഇതിന്റെ അകത്ത് ഇ ഡി അങ്ങനെ ആരെങ്കിലും സംശയത്തിന്റെ നിഴലിൽ നിർത്താനോ സംശയമുനയിലേക്ക് കൊണ്ടുവരാനോ ഹൈക്കോടതി വിധിയിൽ ശ്രമിക്കുന്നില്ല. ഇ ഡിക്ക് അവരുടെ അധികാരം ഏതൊക്കെ രീതിയിലാണ് അവരിലേക്ക് എത്തിയിട്ടുള്ളത്. SFIO വഴി എത്തുന്നതുണ്ട്. ഇ ഡിക്ക് അല്ലാതെ തന്നെ സ്വതന്ത്രമായി അന്വേഷിക്കാനുള്ള പലവിധ വകുപ്പുകൾ എടുത്തെടുത്ത് പറഞ്ഞിട്ട് അവരെ അതിൻ്റെ അകത്തേക്ക് എൻഡോഴ്സ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഹൈക്കോടതി ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഞാൻ ആ വിധി വായിച്ചിട്ട് എനിക്ക് ഒരു തരത്തിലും ഹൈക്കോടതി വിധി ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ഒരു നെഗറ്റീവ് ഷെയ്ഡ് കൊടുക്കുന്ന തരത്തിലേക്ക് എനിക്ക് തോന്നിയില്ല. അതേസമയം CMR ഇത്ര ഒരു ചോദ്യം ഉന്നയിച്ചത് ഈ ഘട്ടത്തിൽ ചോദിച്ചത് അപക്വമാണ് എന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നിരീക്ഷണം പലപ്പോഴും പല വാചകങ്ങളിൽ കാണുന്നുമുണ്ട്. ആ തരത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെയല്ല. പ്രത്യേകിച്ചും ഇദ്ദേഹം ഉണ്ടല്ലോ, സീനിയർ കൗൺസിൽ, സീനിയർ അഭിഭാഷകൻ, അദ്ദേഹം ആണല്ലോ ഹാജരാകുന്നത്. അതൊരു ടീം പേരില്ലേ. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. സൗണ്ടിൽ ചില പ്രശ്നമുണ്ട് ശ്രീ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.